ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10 വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളാണ്. അത് നിങ്ങൾക്ക് കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സിമ്പിൾ കമ്മലുകൾ. അപ്പോൾ അതിനായിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. ആക്ച്വലി ഇതെല്ലാം നിങ്ങൾ മുമ്പേ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയാം. ഇതാണ് ഇയർ വയേഴ്സ്, ഇത് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ്, കുറച്ച് ഹെഡ് പിൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഐ പിന്ന്, ഇത് ജംപ് റിങ്സ്, പിന്നീട് കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള മുത്തുകൾ, ഇത് ആർട്ടിസ്റ്റിക് വയർ, പിന്നെ കുറച്ചല്ലാതെ മുത്തുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഇതുപോലെ 6 മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പ് തന്നെ നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് ഏത് ടൈപ്പിലെ മുത്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് സിൽവർ കളറിലെ ഐ പിന്നുകളും എടുക്കുന്നുണ്ട്. ഐ പിന്നല്ല, ഹെഡ് പിൻസ്. അപ്പോൾ അതും ഒരു 6 എണ്ണം നമുക്ക് വേണം. അങ്ങനെ ഇവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇവിടെ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ മുത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ലൂപ്പ് മാതിരി അകത്തോട്ട് മടക്കി വെക്കണം. ഇതൊരു ചെറിയ ലൂപ്പ് മാതിരി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലി ഉള്ള ഹെഡ് പിന്നിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുത് മതി. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാം. ഓൾറെഡി ചെറിയ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം നമുക്ക് ഒരേപോലത്തെയാണ് വേണ്ടുന്നത്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തും കളയാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് 2 എണ്ണം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ഈ മുത്തിട്ട് കൊടുത്ത് ലൂപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് ജസ്റ്റ് മടക്കി അകത്തോട്ട് വെക്കണം. ഈ മൂന്നാമത്തെ മുത്തും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം ഒരേ അളവും ഒരെണ്ണം അതിനേക്കാട്ടിലും കുറച്ചും കൂടെ വലുതും. ഇനി നമുക്കിതിനുള്ളിലേക്ക് ഇതുപോലെ സിൽവർ കളറിലെ ജംപ് റിങ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ആദ്യം ഒരു ചെറുത് ഇടണം, പിന്നീട് വലിയത്, പിന്നീട് ഒരു ചെറുത്. അപ്പോൾ ഇത് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. നല്ല രസമുണ്ട് ഇത് ആക്ച്വലി. ഇനി നമുക്ക് ഇയർ വയേഴ്സും കൂടെ ഇതിനകത്തിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. നമുക്ക് സെയിം ഇതേ പ്രോസസ്സിൽ തന്നെ ഇതും ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞു കുട്ടിക്കമ്മൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കമ്മൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഞാൻ ഇതുപോലെ കുറച്ച് റിങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടതാണ്. ഇതിന് പ്രത്യേകിച്ച് ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ പ്ലെയിൻ റിങ്ങാണ്, പക്ഷേ ഇതിനകത്ത് ചെറിയ ഡിസൈൻ മാതിരി ഉണ്ട്. അപ്പോൾ ഈ റിങ് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു റിങ് എടുക്കുക. പിന്നെ 2 സ്വർണ്ണ കളറുള്ള മുത്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് വെച്ചിട്ട് 2 ക്യാപ്പും വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ബാക്കിയുള്ള വീഡിയോകളിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഒന്നും കൂടെ വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് സ്വർണ്ണ കളറിലെ ജംപ് റിങ്സ് എടുക്കണം. അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഈ കുഞ്ഞ് മുത്തും കൂട്ടത്തിൽ നമ്മുടെ ഈ മെയിനായിട്ടുള്ള നമ്മുടെ റിങ്ങും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ഏകദേശം ചെയ്ത് വെച്ചേക്കുന്നതിൽ നമ്മളൊരു ജംപ് റിങ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതിലേക്കൊരു ജംപ് റിങ്സ് ഇട്ട് കൊടുത്ത് ഈ ഇയർ വയറൂടെ കണക്ട് ചെയ്ത് കൊടുത്താൽ
സംഭവം ഇവിടെ റെഡിയായി കിട്ടും. 2 ജംപ് റിങ്സ് ഇതുപോലെ ഇടണം, എന്നാലേ ഇത് കറക്റ്റ് നേരെ നിൽക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചരിഞ്ഞു പോകും. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ടാവും നിങ്ങൾ ഇടുമ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സെയിം ഇതേ പ്രോസസ്സിൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വളരെ സിമ്പിൾ ഇയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നല്ല രസമില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കമ്മൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 ജംപ് റിങ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ഈ ഒന്നും കൂടി ഇതിൽ കണക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ 3 ഇതേപോലെ കണക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഡ്രസ്സില്ലേ കാണാൻ? ഇനി നമുക്ക് നമ്മുടെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എടുക്കാം. ഏകദേശം ഒരു 3 നമുക്ക് വേണം. ഇതുപോലെ 3 ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു മുത്തുകൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരുമാതിരി റെയിൻബോ കളർ ചെറിയ ഡയമണ്ട് ഷേപ്പ് മാതിരി ഇരിക്കും. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇത് കടത്തിയതിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് ഇതോരോന്ന് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ജംപ് റിങ്സിലൂടെയാണ് കേട്ടോ ഇതെടുക്കുന്നത്. എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ? ഇതുപോലെ ഇതിനുള്ളിൽ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ മുത്തെടുത്താൽ മതി, എന്നാലേ ഇത് കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റ് ആവത്തുള്ളൂ. സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കി 2 കൂടെ ഇതിലും ചെയ്തെടുക്കാം. എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാം. എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ സെറ്റായിട്ട് കിട്ടും നമുക്കിത്. നമുക്കിതിനകത്ത് മറ്റൊരു ജംപ് റിങ്സും കണക്ട് ചെയ്തതിന് ശേഷം ഇയർ വയർ കൂടെ കണക്ട് ചെയ്യാം. ഇയർ വയർ കണക്ട് ചെയ്യുക. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കണക്ട് ചെയ്ത് അപ്പോൾ ഇതുപോലെ കിട്ടും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഇയറിങ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല രസം കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ 4ാമത്തെ ഇയറിങ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് ഈ കളർ മുത്തെടുക്കുകയാണ്. ഇനി സ്വർണ്ണ കളറിലെ ഹെഡ് പിൻസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇച്ചിരി ചെറുത് മതി, അതുകൊണ്ട് ഇത് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ഒരേ അളവിന് വരണം, അതുകൊണ്ട് ഞാൻ എല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക. 4 എടുക്കുന്നുണ്ട്. 2 വീതം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്കിത് ലൂപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ 4 എണ്ണവും ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം വീതം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്വർണ്ണ ജംപ് റിങ്സ് എടുക്കാം. സ്വർണ്ണ കളർ കേട്ടോ. ഇതേപോലെ ഒരു ജംപ് റിങ്സിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അത് വരും. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നതെന്ന് പറയാം, ഇതുപോലെ ഇല ഷേപ്പിൽ സംഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇതുവഴി ഇങ്ങനെ കുരുക്കാൻ പറ്റും നമുക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് ഇല മതി, ഇഷ്ടംപോലെ ഇതേപോലെ ഇലയൊക്കെ നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ഇല ഉള്ളത് കൊണ്ട് ഞാൻ 2 അറ്റത്തും ഓരോന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇവിടെയും അപ്പുറത്തുമായിട്ട് വേണ്ട, ഇതുപോലെ 2 എണ്ണം ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇപ്പോൾ ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. അതെ, ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മുടെ ഇയർ വയറൂടെ കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാണ്. ഇത് ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇത് ഭയങ്കര സിമ്പിളല്ലേ, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതുകൂടെ ചെയ്തെടുക്കാം. ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും പെട്ടെന്ന് റെഡിയായി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ കമ്മൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് ട്യൂബ്സ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഡ്രസ്സിനൊക്കെ സാധാരണ വെക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ 2 എണ്ണം മതി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാ കടകളിലും വാങ്ങാനൊക്കെ കിട്ടുന്നതാണ്. ഈ 2 എണ്ണം മതി നമുക്ക്. ഇനി കുറച്ച് മുത്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ ചെറിയ 4 മുത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ്. അത്യാവശ്യം നീളത്തിന് ഇത് നമുക്ക് ചെയ്യണം, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അറ്റം കട്ട് ചെയ്ത് അങ്ങ് കളഞ്ഞിട്ട് ഇത്രയും നീളത്തിൽ ഇത് വേണം. ഇതുപോലെ നമ്മൾ മുത്തിട്ട് കൊടുക്കുക, ട്യൂബ് ഇട്ട് കൊടുക്കുക, വീണ്ടും ഒരു മുത്തിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇത് ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഗോൾഡൻ ഇയർ വയേഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കയറ്റിയതിന് ശേഷം ഇതുപോലെ ചുറ്റി അങ്ങ് എടുത്താൽ മതി. അപ്പം തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതങ്ങ് കട്ട് ചെയ്ത് കളയണം, എക്സ്ട്രാ ഉള്ളത്. എടാ, ഇത് ആക്ച്വലി നല്ല ഭംഗിയാട്ടോ. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സെയിം രീതിയിൽ നമുക്ക് ഇതും ചെയ്തെടുക്കാം. ഒരെണ്ണം കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഇനി നമുക്ക് 6ാമത്തെ ചെയ്യാം. അതിനുവേണ്ടി നമുക്കിതുപോലെ ആർട്ടിസ്റ്റിക് വയറാണ് വേണ്ടുന്നത്. ഓൾറെഡി ഇത് ഞാൻ മുമ്പേ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതൊരു 8.5 സെൻറ്റിമീറ്റർ മതി നമുക്ക്. ബാക്കി കട്ട് ചെയ്ത് കളയാം. നമുക്ക് ചെറുതായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കാം. ഇതുപോലെ റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും എടുക്കണം. എന്നിട്ട് ഇതുപോലെ
ഇങ്ങനെ ചെയ്തെടുക്കണം. എന്നിട്ട് ഇവിടുന്ന് ചെറുതായിട്ട് അകത്തോട്ട് ലൂപ്പ് ചെയ്തെടുക്കാം. ഏകദേശം ഇങ്ങനെ വരണം. ഞാൻ വേറൊന്നും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ 2 റെഡ് മുത്തുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഹെഡഡ് ബോൾസ് വെച്ചിട്ട് അത് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ ചെറിയ 2 സ്വർണ്ണ കളറുള്ള മുത്ത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഇതിനുള്ളിൽ കൂടെ ഇറങ്ങി പോരും. ഇനി നമുക്കിതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഇതുപോലെ കണക്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിവിടെ ഇതുപോലെ സെറ്റായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജംപ് റിങ്സ് എടുത്തിട്ട് ഇയർ വയേഴ്സ് കണക്ട് ചെയ്യാം. ഇതുപോലെ സെറ്റായിട്ട് കിട്ടും. നല്ല രസമാണ് കാണാൻ, അടിപൊളിയായിട്ടുണ്ടാവും. നമുക്ക് സെയിം രീതിയിൽ തന്നെ ഇതും ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ 6ാമത്തെ കമ്മൽ. ഇത് ഭയങ്കര സൂപ്പറാണ്. എനിക്ക് എല്ലാത്തിനേക്കാളും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം നിങ്ങൾ ഇതെന്തുമായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ 7ാമത്തെ ഇയറിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇതുപോലെ കുറച്ച് മുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതും എടുക്കാം. ഇതൊക്കെ പണ്ടത്തെ മാലയുടെ ഒക്കെ മുത്തൊക്കെ എടുത്താൽ മതി. ഇതുപോലെ കറുപ്പും എടുത്തിട്ടുണ്ട്. പിന്നീടാണ് ഇതുപോലെ സ്റ്റോൺ, റൗണ്ട് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഷോപ്സിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ വേണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അല്ലാതെ കടകളിൽ നിന്നും കിട്ടും. നമുക്കിതുപോലെ ഹെഡ് പിൻസ് എടുക്കണം. ഹെഡ് പിൻ എടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഇടുക. പിന്നെ ഈ സ്റ്റോൺ എടുത്തതിനകത്ത് ഇടുക. പിന്നെ ഒരു ബ്ലാക്ക് എടുത്തിട്ടതിന് ശേഷം ഇതിതുപോലെ ലൂപ്പാക്കണം. ഇതുപോലെ ലൂപ്പാക്കി എടുക്കണം. നല്ല രസമുണ്ട് ഇപ്പോഴേ കാണാൻ. വീണ്ടും ഇതുപോലെ ഐപ്പിൻ എടുത്തിട്ട് സെയിം പ്രോസസ്സിൽ ഇതുകൂടെ ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന്. ഇതുപോലെ നമ്മൾ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇയർ വയേഴ്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് ലൂപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് മറന്നുപോയി. പക്ഷേ നമുക്ക് ചെറുതായിട്ട് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടങ്ങ് ക്ലോസ് ചെയ്യാം. സെയിം രീതിയിൽ ഇതുകൂടെ ചെയ്യാം. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കാണാൻ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ആക്ച്വലി എനിക്കിതൊക്കെ കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും അടിപൊളി കമ്മലൊക്കെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നെന്ന്.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഇനി നമുക്ക് നമ്മുടെ 8ാമത്തെ ഇയറിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ തങ്കൂസ് എടുത്തിട്ടുണ്ട്, തങ്കൂസ് നൂല്. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് മുത്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള മുത്ത് ഏതാണോ അതെടുക്കണം. ഇതൊരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 10 എണ്ണം ഇവിടെ നമ്മൾ കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കൂട്ടിക്കെട്ടാം. ഏകദേശം ഒരു റൗണ്ട് രീതിയിൽ നല്ല രീതിയിലൊന്ന് കൂട്ടിക്കെട്ടണം. ഇനി എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇയർ വയേഴ്സ് എടുത്തിട്ടുണ്ട്, ജംറിങ്സ് എടുത്തിട്ടുണ്ട്. ജംറിങ്സ് ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് ഇയർ വയറും കൂടി ഇട്ട് ഇത് കണക്ട് ചെയ്യാം. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഏത് കളർ വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടോ കാണാൻ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ 9ാമത്തേതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഒരു 6 എണ്ണം എടുത്തേക്കുന്നത്, 3 വീതം. ഇതുപോലെ 2 ഐ പിൻസും ഒരു ഹെഡ് പിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഹെഡ് പിൻ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കട്ട് ചെയ്താൽ കളയാം. എന്നിട്ട് ഇത് ലൂപ്പ് മാതിരി അകത്തോട്ട് ഇങ്ങനെ ആക്കാം. ഇതുപോലെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഒരു ഐ പിൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ആക്കണം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇത് മതി. ഇനി നമുക്ക് വേറൊരു മുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും സെയിം രീതിയിൽ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനുള്ളിലേക്ക് മടക്കി വെക്കാം. മടക്കി വെക്കുമ്പോഴത്തേന് വീണ്ടും വേറൊരു ഐ പിൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. വീണ്ടും ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് ലൂപ്പ് മാതിരി ക്ലോസ് ചെയ്യാം. ഈ പ്രാവശ്യം ക്ലോസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇയർ വയേഴ്സ് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ടുണ്ടായിരിക്കും. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതുപോലെ ഉണ്ടാവും. ഇത് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇത് ഇത്രയും സിമ്പിളാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഭയങ്കര എളുപ്പമാണ്. സെയിം രീതിയിൽ നമുക്ക് ഇതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഷോപ്സി വഴി വാങ്ങാം. ഇനി അതല്ലെങ്കിൽ നേരിട്ട് കടയിൽ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഷോപ്സിയിലൊക്കെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഒരുപാട് പൈസ പോകും. അപ്പോൾ നേരിട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇനി നമ്മൾ 10ാമത്തെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിള്. ഇതിന് വേണ്ടിയിട്ട് 2 സിൽവർ ഐ പിന്നുകൾ എടുക്കുക. ഇതുപോലെ 2 ഐ പിൻസ് എടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ മടക്കി അങ്ങ് എടുക്കണം. ഇതുപോലെ ഇത് ചെയ്തെടുക്കുക.
അതിനുശേഷം ജംപ് റിങ്സ് എടുക്കണം. പിന്നീട് ഇതുപോലെ കുഞ്ഞു മുത്തുകളും എടുക്കുക. ഈ ജംപ് റിങ്സിലേക്ക് 2 മുത്തിടുക. എന്നിട്ട് ഈ ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 2 മുത്തുകൾ ഇടുക. പിന്നീട് നമ്മുടെ ഇയർ വയറും കൂടെ ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ ഇടുമ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടാകും. കാരണം ഭയങ്കര ചെറുതാണിത്. ഇതുപോലെ ഈ സംഭവം ഇങ്ങനെ തൂങ്ങി കിടക്കും. പിന്നെ ഈ മുത്തുകളും ഇതൊക്കെ നല്ല രസമാണ്. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ അടുത്തതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതെന്തായാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, കാരണം അത്രയ്ക്ക് എളുപ്പം. ആകെ 2-3 മുത്തുകൾ മാത്രം മതി, പിന്നെ ഐപ്പിന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് കുറച്ച് പേർക്ക് ഷെയറൊക്കെ ചെയ്യണം. നിങ്ങളിത് വീട്ടിൽ എന്തുവായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നതെന്നുള്ളത് മെറ്റീരിയൽസിൻ്റെത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കുട്ടി ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.